രാഹുൽ ഗാന്ധിയെ കെട്ടുമൊക്കെ നിറച്ചുകൊണ്ട് ശബരിമലയിലേക്ക് കൊണ്ടുവരാനായിട്ട് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുണ്ടോ? ശ്രമിച്ചു, പരാജയപ്പെട്ടു എന്നാണ് കേട്ടത്. കാരണം ഞാൻ ജന്മം ചെയ്ത ശബരിമലയ്ക്ക് വരത്തില്ല എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. കാരണം കേരളത്തിൽ ഇപ്പോൾ ശബരിമല ഒരു ഹോട്ട് പോയിൻ്റാണ്. അതെ, ഇടതുപക്ഷത്തിനും ബി ജെ പിക്കും ഒരേപോലെ ശബരിമല വിഷയം കത്തിച്ചു നിർത്തുന്നതിൽ സി പി എമ്മിൻ്റെ നടപടികളുണ്ടല്ലോ, എടുത്തിട്ടുള്ള ആചാരവിരുദ്ധമായ ഹിന്ദുവിരുദ്ധമായ നടപടികൾ, പിന്നെ ദേവസ്വം ബോർഡിലെ അഴിമതി, ഇതെല്ലാം കൊണ്ട് ശബരിമല ഇങ്ങനെ കത്തി നിൽക്കുന്നൊരു വിവാദമാണ് കേരളത്തിൽ. പക്ഷേ ശബരിമല ഇങ്ങനെ വിവാദ കേന്ദ്രമാക്കി നിർത്തുന്നതിൽ നമുക്കാർക്കും സന്തോഷമില്ല. ശബരിമല ഒരു ആരാധനാ സ്ഥലമായി, അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയ സ്കൂളാണ് ശബരിമല. ആ ശബരിമല നിരാക്ഷേപമായി ആളുകൾക്ക് ഭക്തിയോടെ ചെന്ന് ആരാധന നടത്തി അയ്യപ്പനെ കണ്ട് വണങ്ങി മടങ്ങാൻ പറ്റുന്ന നിർവൃതി നുകരാൻ കഴിയുന്ന ഒരു സ്ഥലമായി നിൽക്കണം. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാടുകൾ മൂലം ശബരിമല എക്കാലത്തും വിവാദ കേന്ദ്രമാണ്. ഇപ്പോൾ ഈ ശബരിമലയിൽ ഈ സ്ത്രീകളെ ചാക്കിൽ കയറ്റി ആചാരലംഘനം നടത്തിയ സർക്കാർ അതിൻ്റെ പാപഭാരം ഒഴിവാക്കാൻ വേണ്ടി ഹിന്ദു വിശ്വാസികളുടെ മുറിവുകൾ ഉണക്കാൻ എന്ന പേരിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി. ബി ജെ പി അല്ല, ഹിന്ദു സംഘടനകൾ ബദലായിട്ട് പന്തളത്ത് മറ്റൊരു സംഗമം നടത്തി. അപ്പോൾ ഇതിനിടയ്ക്ക് തോറ്റുപോയ ഒരു കൂട്ടരാണ് കോൺഗ്രസ്. കോൺഗ്രസിന് ഒരിടത്തും റോളില്ല. കോൺഗ്രസിൻ്റെ സ്വന്തമായിരുന്നു NSS എന്ന് പറയുന്ന NSS നേരെ മറുകണ്ഠം ചാടി സുകുമാരൻ നായരും പിണറായിയുടെ കൂടെ ചേർന്നു. NSS ഇടതുപക്ഷത്തേക്ക് മാറി. NSS ഇടതുപക്ഷത്തേക്ക് മാറി. അപ്പോൾ വല്ലാതെ പ്രതിസന്ധിയിലായി കോൺഗ്രസ് ആണെങ്കിൽ UDF, മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി ഇവരുടെ എല്ലാം തോളത്ത് കൈയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ മുന്നണി കോൺഗ്രസ് മാറിയിരിക്കുന്ന ഒരു ആക്ഷേപം വന്നപ്പോൾ ലീഗാണ് മുന്നോട്ട് വെച്ചത്, ശബരിമല നമ്മൾ ചെയ്യണം. ശബരിമലയുടെ കാര്യത്തിൽ ലീഗിനും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ബാബർ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ശബരിമലയുടെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യും, രാഹുൽ ഗാന്ധിയെ ഒന്ന് ശബരിമലയ്ക്ക് വിടണം. രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ലീഗും വേറൊരു ഘടകകക്ഷിയും കൂടെ ഇതേ അഭിപ്രായമുള്ളവരുണ്ട്. അത് ലീഗിൻ്റെ അതേ സ്വഭാവമുള്ള വേറൊരു ഘടകകക്ഷിക്കും സമ്മതമാണ് രാഹുൽ ഗാന്ധി ഒന്ന് ശബരിമലയ്ക്ക് പോയാൽ കൊള്ളാം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ, രാഹുലും പ്രിയങ്കയൊക്കെ ശൂലമൊക്കെ പിടിച്ച് വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെ സിന്ദൂരൊക്കെ തൂകി അവിടുത്തെ ആചാരമൊക്കെ എടുത്ത് ഇങ്ങനെ ഉറഞ്ഞു തുള്ളി ഏറ്റവും വലിയ ഭക്തനായി നിൽക്കുന്ന ഒത്തിരി ചിത്രങ്ങളൊക്കെ ഇലക്ഷൻ കാലത്ത് നമ്മൾ കാണാറുണ്ട്. പിന്നെ മാത്രമല്ല, പുള്ളി ജനിച്ചപ്പോഴേ ഞാൻ പൂണൂൽ ധരിക്കുന്ന ബ്രാഹ്മണനാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് പാഴ്സി അല്ലേ? അപ്പോൾ പിന്നെ ഈ രാജീവ് ഗാന്ധിയുടെ ജാതി ഏതാ? രാജീവ് ഗാന്ധി പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ മക്കളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അപ്പോൾ എങ്ങനെയാണ് അവർ ഹിന്ദുക്കളാവുന്നത്? അതും ഹിന്ദുക്കൾ പോലുമല്ല, ഞാൻ പൂണൂലുള്ള ബ്രാഹ്മണനാണ്. ഏത് വകുപ്പിൽ പൂണൂൽ കിട്ടിയെന്ന് നമുക്ക് പിടികിട്ടിട്ടില്ല. പൂണൂൽ എന്ന് പറഞ്ഞ സാധനം, പൂണൂൽ ഉപനയനം നടത്താതെ രാഹുൽ ഗാന്ധിയുടെ ഉപനയനം നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പൂണൂൽ ധരിക്കുന്ന ചടങ്ങല്ലേ, ഉപനയനം ചടങ്ങൊക്കെ നടത്തിയിട്ടാണ് പൂണൂൽ ധാരണം നടക്കുന്നത്. അത്തരം ചടങ്ങൊക്കെ രാഹുൽ ഗാന്ധിയുടെ നടന്നതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണോ ഇയാൾക്ക് പൂണൂൽ വന്നതെന്ന് അറിയത്തില്ല. 25 വയസ്സുടെ ഈ മറ്റേ ഇത് ചരട് മേടിച്ച് കെട്ടിയതായിരിക്കാം. പറയുമ്പോൾ ഒരു ചരട്, ടൊയിൻ ചരട് അല്ലേ, ടൊയിൻ നൂല് കൊണ്ട് ഒരു ചരടുണ്ടാക്കി പൂണൂൽ പോലെ ഇട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും പൂണൂൽ നമ്മളിപ്പോൾ കണ്ടിട്ടില്ല. അദ്ദേഹം ടീഷർട്ടാണ് ഇടുന്നത്. ടീഷർട്ടിന് ഉള്ളിൽ പൂണൂലുണ്ടെങ്കിൽ അത് തെളിഞ്ഞെങ്കിലും കാണണം, ഡ്യൂപ്ലിക്കേറ്റ് പൂണൂലാണെങ്കിൽ. ഏതായാലും രാഹുൽ ഗാന്ധി പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളുടെ ആവശ്യം നിരസിച്ചു. ഒരു ശബരിമലയ്ക്കൊന്നും പോകാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞതായിട്ടാണ് വിവരം പുറത്തു വരുന്നത്. ഇതിന് ഈ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ നിർദ്ദേശം വളരെ സജീവമായി മുന്നോട്ട് വെച്ച 2 ഘടകകക്ഷികൾക്ക് വലിയ നിരാശയുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യും, ശബരിമലയ്ക്ക് പോകുന്നതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു ശബരിമല സംരക്ഷണ സമ്മേളനമോ കൺവെൻഷനോ വല്ലതും നടത്താം. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇനി അടുത്തത് UDFൻ്റെ ആണെങ്കിൽ, കോൺഗ്രസിൻ്റെ സർക്കാർ വരികയാണെങ്കിൽ ശബരിമല കാര്യത്തിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ശബരിമലയിൽ എന്തൊക്കെ പറഞ്ഞാലും ആചാര സംരക്ഷണം എന്നൊക്കെ പറയുന്ന, ഞങ്ങൾ ഭക്തരുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് CPMനെ പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന യുവതികളെ അവിടെ കയറ്റണം എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട് എന്നു പറയുന്ന ആ സത്യവാങ്മൂലം, അതാണ് ഏറ്റവും വലിയ ദോഷം ചെയ്തത്. കാരണം അമ്പലം, ക്ഷേത്രം ഭരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരായ ദേവസ്വം ബോർഡ് പറയുന്നു ഇവിടെ യുവതികളെ കയറ്റാൻ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉടമസ്ഥൻ പറയുകയാണ് യുവതികൾ വന്നോട്ടെ.
അപ്പോൾ പിന്നെ സ്വാഭാവികമായും അതിനൊരു വെയിറ്റേജ് കിട്ടും സുപ്രീം കോടതിയിൽ. അങ്ങനെയാണ് സുപ്രീം കോടതിയിലെ വിധി ഈ പറഞ്ഞതുപോലെ ശബരിമലയിൽ യുവതികൾക്ക് കയറാമെന്നുള്ള തരത്തിലുള്ള ജെൻഡർ ഇക്വാലിറ്റി എന്ന തരത്തിലേക്ക് മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ദേവസ്വം ബോർഡ് കൊടുത്ത ഈ ചതി സത്യവാങ്മൂലമാണ്. മുൻപുണ്ടായിരുന്ന യുവതീ പ്രവേശനം പറ്റില്ല, അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അവിടുത്തെ മൂർത്തി എന്ന് കാണിച്ചു കൊടുത്തിരുന്ന സത്യവാങ്കം പിൻവലിച്ചിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞ പ്രകാരം അവിടെ യുവതികൾക്ക് കയറാം, ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ അതിന് സമ്മതമാണ് എന്ന് പറയുന്ന സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. അത് പിൻവലിക്കാത്ത സാഹചര്യത്തിലാണ് സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും നിലപാടിനെ അയ്യപ്പ ഭക്തരായ ഹിന്ദുക്കൾ വിമർശിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. കാരണം അതാണ് അടിസ്ഥാനം. അത് മാറ്റാതെ നിലപാട് മാറ്റി എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ള ചോദ്യത്തിന് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും മറുപടി പറയണം. അത് തീർച്ചയായും, അല്ലെങ്കിൽ ഇവർക്ക് ഉറപ്പ് കിട്ടിയിട്ടോ ഇല്ല. വെള്ളാപ്പള്ളി ഗണേശൻ പറഞ്ഞു സർക്കാരിൻ്റെ നിലപാടൊക്കെ മാറി എന്ന് പറഞ്ഞു. നിലപാട് മാറിയെങ്കിൽ കോടതിയിലാണ് പറയുന്നത്, അല്ലേ? റിവ്യൂ ഹർജി കിടക്കപ്പെട്ട അവിടെ പോയി ഈ നിലപാട് മാറ്റണം. അതിനുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ആളുകൾ തെരുവിലിറങ്ങിയത്. അവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണം. ഇത് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ കിടക്കുകയാണ്. വേണമെങ്കിൽ കോൺഗ്രസ്സിന് UDFന് മുന്നോട്ട് വെക്കാവുന്നൊരു കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ സത്യവാങ്മൂലം പിൻവലിക്കും എന്ന് ഒരു വാഗ്ദാനം നൽകുക, ഒരു കൺവെൻഷൻ വെച്ച്. അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്, ഇനി മാത്രമല്ല കോൺഗ്രസ് ഇങ്ങനൊരു നിലപാടെടുത്താൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് പിൻവലിക്കും എന്ന് കോൺഗ്രസ് പരസ്യമായിട്ട് പറഞ്ഞാൽ, UDF പരസ്യമായിട്ട് പറഞ്ഞാൽ സർക്കാർ പ്രതിസന്ധിയിലാവും, സമ്മർദ്ദത്തിലാവും. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സത്യവാങ്മൂലം പിൻവലിച്ച് കൊടുക്കേണ്ടി വന്നേക്കാം LDF. അപ്പോൾ ശരിക്കും ഈ അയ്യപ്പ ഭക്തന്മാരോട് താല്പര്യമുണ്ടെങ്കിൽ, അയ്യപ്പനിൽ വിശ്വാസമുണ്ടെങ്കിൽ, ശബരിമലയുടെ പവിത്രത ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് കോൺഗ്രസ്സിന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു കൺവെൻഷനോ വല്ലതും നടത്തിയിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, സതീശന് പറയാൻ ധൈര്യമുണ്ടോ? KPCC പ്രസിഡന്റ് പറയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ദേവസ്വം ബോർഡ് അവിടെ കൊടുത്തിരുന്ന പത്രിക പിൻവലിക്കാനുള്ള നടപടി എടുക്കും എന്നൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചാൽ സമ്മർദ്ദത്തിലാവുന്നത് CPM ആണ്, വെള്ളാപ്പള്ളി ഗണേശനാണ്, സുകുമാരൻ നായരാണ്. അപ്പം അയ്യപ്പനോടും ശബരിമലയുടെ സ്നേഹമുണ്ടെങ്കിൽ അത് പറയണ്ടേ കോൺഗ്രസ് മിണ്ടുന്നില്ല. കോൺഗ്രസിനും ശബരിമല അങ്ങ് മുടിഞ്ഞു പോണേ പൊക്കോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ലീഗ് കുറച്ചുകൂടെ പ്രായോഗിക നിലപാടെടുക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം ലീഗിനറിയാം അടുത്ത പ്രാവശ്യം കൂടെ ഭരണം കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമാണെന്ന് തിരിച്ചറിയുന്നുണ്ട് ലീഗ്. കാരണം ലീഗിന് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. കാരണം ലീഗ് അധികാരത്തിൽ, ലീഗിന് വിദ്യാഭ്യാസം, വ്യവസായം, ഇങ്ങനെയുള്ള തന്ത്രപ്രധാനമായ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ട ലീഗാണ്. 10 വർഷമായി ലീഗ് അധികാരത്തിൻ്റെ ഒരു അപ്പകഷ്ടം ഒന്നും നുണയാൻ പോലും കിട്ടിയിട്ട് അധികാരമില്ലാതെ ലീഗിന് പിടിച്ചിരിക്കാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹിന്ദു വോട്ടുകൾ കൂടി സമാഹരിക്കണം. അതിനുവേണ്ടി ഒരു കൺവെൻഷൻ നടത്തിയിട്ട് അതിന് രാഹുൽ ഗാന്ധി വരുമോ എന്നുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഹിന്ദുക്കളെക്കാട്ടി കൂടുതൽ ആവശ്യം ഇപ്പം മുസ്ലിം ലീഗിനാണെന്ന് തോന്നുന്നു. ആണ്. പക്ഷേ രാഹുൽ ഗാന്ധി അമ്പിനും മില്ലിനും അടുക്കുന്നില്ല. അതെന്താണ് എനിക്ക് മനസ്സിലാവാത്തത്? രാഹുൽ ഗാന്ധിയുടെ രക്തത്തിൽ ഓടുന്നത് ഹിന്ദു വികാരമാണെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ശബരിമലയ്ക്ക് വേണ്ടി ഒരു നിലപാടെടുക്കാത്തത്? ഇന്ന് വരെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പൊരുതും, എൻ്റെ പാർട്ടി പൊരുതും എന്ന് പറഞ്ഞിട്ടില്ല. ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഇത്രയും വിഷയം ഉണ്ടായിട്ട് ഒരു പ്രതികരണവും ഒന്നും വന്നിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ പ്രിയങ്ക ഇടയ്ക്ക് കേരളത്തിൽ വരുമല്ലോ. പ്രിയങ്ക കേരളത്തിൽ വന്നിട്ട് ചില ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? വയനാട്ടിലെ പുൽപ്പള്ളി സീതാക്ഷേത്രം വയനാട്ടിലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെ വിശ്വാസമുണ്ട്, അവിടെയാണ് സീത ഭൂമിക്കടിയിലേക്ക് അന്തർധാനം ചെയ്തത് അവിടെയാണെന്ന് പോലും കരുതുന്ന സ്ഥലങ്ങളൊക്കെ വയനാട്ടിലെ പുൽപ്പള്ളിയിലുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ വയനാട്ടിൽ വരുമ്പോൾ അന്ന് പുൽപ്പള്ളി സീതാക്ഷേത്രം ഒന്ന് പോയേക്കാം എന്ന് പ്രിയങ്ക തീരുമാനിച്ചെന്താ? കാരണം രാമജന്മഭൂമിയൊക്കെ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ ആയുധമാക്കുന്നു BJP എന്ന് പറയുന്നതിനുള്ള ഒരു മറുപടി കൂടിയാകും. അതെ, സീതയുടെ ക്ഷേത്രത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി പോകത്തില്ല. കാരണം ഇവർക്ക് പരമപുച്ഛമാണ് ഹിന്ദു ആരാധന, ഹിന്ദു ക്ഷേത്രങ്ങൾ, ഹിന്ദു കൾച്ചർ, ഹിന്ദു വിശ്വാസം എന്നൊക്കെ പറയുന്നത്. പിന്നെ പുറംമോടിക്ക് വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കുറച്ച് സിന്ദൂരമൊക്കെ വാരി പിടിക്കും, പാച്ചുവും ഗോപാലനും കൂടെ ശൂലം കുത്തിപ്പിടിക്കും എന്നൊക്കെയുള്ള, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാട് ശബരിമലയ്ക്ക് കെട്ടുമുറുക്കി രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകണമെന്ന് കേരളത്തിലെ കോൺഗ്രസ്സിലെ കുറച്ച് പേരും പ്രത്യേകിച്ച് UDFലെ 2 ഘടകകക്ഷികളും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം രാഹുൽ ഗാന്ധിയുടെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ രാഹുൽ ശബരിമലയ്ക്ക് പോകാൻ തന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഒരു കണക്ക് നന്നായി. ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾക്ക് പോകാൻ പറ്റിയ ഇടമല്ല ശബരിമല. അദ്ദേഹത്തിന് കൊളംബിയയും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടല്ലോ. അതെ, അവിടെ എത്തിയതിൻ്റെ ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്.
അവിടെ വിയറ്റ്നാമിലോ പട്ടായയോ ലങ്കാവി ഐലൻഡിലോ ഒക്കെ പോകേണ്ട ആളാണ്. ഏതായാലും അയ്യപ്പനോടും ഹിന്ദുമത വിശ്വാസികളോടും ഹൈന്ദവ ആരാധനാ സമ്പ്രദായങ്ങളോടും ഇന്ത്യയിലെ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിക്ക് ഒരു താല്പര്യവുമില്ല. ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കുള്ള താല്പര്യം പോലും രാഹുൽ ഗാന്ധിക്കില്ല എന്നാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഒഫീഷ്യൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ സത്യത്തിൽ ഇതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശബരിമലയ്ക്ക് പോകാൻ താൻ തയ്യാറല്ല, അതിൻ്റെ പേരിൽ വോട്ടും വേണ്ട എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.